മുന്നിലെത്തുമ്പോൾ നീ മായാ നക്ഷത്രം മൗനസല്ലാപം വെറുമൊരു പാട്ടല്ല കുളിരല്ല കളിച്ചിരിയല്ല കളിവാക്കല്ല കടലോളം കിടിലായിരുന്നു ബ്രോ. ശരിക്കും ബ്രോ എന്താ ചെയ്യുന്നേ? ഞാൻ പമ്പില് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എവിടെ? ഏത് പമ്പില്? അമ്പലപ്പുഴ കാക്കാനം പമ്പിൽ അവിടെ വരെ പോവാന്നുള്ളത് എനിക്കാണല്ലോ. വന്നാ മതി ഫുൾ ടാങ്ക്. തിരിച്ചാ വരുമ്പോ തീരില്ലേ? വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടേ? ഈ എക്സ്പ്രഷൻ കണ്ടോ? ഇത് എങ്ങനെ ഇത്ര എക്സ്പ്രഷൻസ് ഉണ്ടെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാണോ അതോ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കി സംസാരിച്ചപ്പോഴാണോ? തനി ഇങ്ങനെ വന്നേണത്. അല്ല ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ നീ എന്തിനാ ഇത്ര ആക്ഷൻ ഇടുന്നേ? അമ്മ പറഞ്ഞു നീ എന്താണ് ഇത്രയും കോപ്രായം കാണിക്കുന്നത് ചോദിക്കുന്നത്. അത് കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോഴേ കണ്ണ നോക്കി വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടിലെ അച്ഛനമ്മ അനിയത്തി അച്ഛനമ്മ പിന്നെ ഞാൻ. അച്ഛനമ്മ അനിയത്തി അച്ഛനമ്മ ഞാനത് അച്ഛന്റെ അമ്മ അച്ഛമ്മ അനിയത്തി എന്നെ ചെയ്യുവാ? അനിയത്തി MSc. അനിയത്തിക്ക് ഇതുപോലെ എക്സ്പ്രഷൻസ് വല്ലോ? അവള് ഇങ്ങനെ ഒരേ എക്സ്പ്രഷൻ അല്ല അവള് എസ്തെറ്റിക്. അവള് ഇങ്ങനെ ക്യാമറ അപ്പൊ അളിയനോ? അല്ല എന്തിനാ വെറുതെ. ഓക്കെ അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങിയാലോ? ഉഷാറല്ലേ? ഫുൾ പവർ. എവിടെ ഈ നോബി ചേട്ടൻ? എവിടെ പോയി കൊറേ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ചേട്ടന്റെ വണ്ടിയുടെ ഹോൺ. നോബി ചേട്ടൻ എന്തിനു ബോംബ് ഇറക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകാമായിരുന്നു. ഹലോ നോബി, എന്താ ഈ പേപ്പർ? ഇതോ പേപ്പേഴ്സ് എന്താ ചേച്ചി? അതെന്താന്നറിയാമോ? ഈ ഫുൾ ടൈം ഇവിടെ ഇരുന്നിട്ട് കോമഡി പറച്ചില്ലേ? ഇതാവുമ്പോ രാവിലെ 5:30 മണിക്ക് പത്രം എടുത്തോണ്ട് അറിയാം, 7:30 മണിക്ക് പത്രം എടുത്ത് തീർത്തിട്ട് വേറെ ജോലിക്ക് പോകും. ഹലോ സുഹൃത്തെ, നിങ്ങളതല്ലേ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ കൂടെ വന്നോളൂ എന്റെ കൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാണ്ട് ഒന്ന് പരിപാടി തുടങ്ങോ പ്ലീസ്. അയാളെ കൂടെ വിളിച്ചോ. 300 വീടുണ്ട്. 100 ഞാൻ ഇടാം, 100 ആ ചെളിയിടും. അതിനോട് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അത് ഞാൻ ഡയറക്ടർ പറഞ്ഞു ഒന്നും ഉണ്ടല്ലേ വെറുതെ ഇരിക്കണം, അതിനവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അയ്യോ തമാശ കളയട്ടാ. എന്റെ ദൈവമേ, അനൂജ് പറയണ ഉള്ള തമാശ കൊണ്ടുപോവാ ചേട്ടാന്ന്. ഇവള് പറയണ തമാശ കളഞ്ഞിട്ട് വരാം. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെ ചേച്ചി. സത്യം. ഡയാൻ എന്നെ കൂടെ ഞാൻ കൊണ്ടുപോയാ. അയ്യോ ഞാനൊന്നും വരുന്നില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പത്രം ഇടാൻ പോകും. രാവിലെ ആൾക്കാർക്കിടയിലേക്ക് വാർത്ത എത്തിക്കുന്ന ഒരു പരിപാടിയല്ലേ അത് ചെയ്ത കുഴപ്പം? ഈ വാർത്ത എത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ചെറിയൊരു ഈഗോ ഇവിടെ അടിച്ചു. ന്യൂസ് എത്തിക്കുന്ന സംഭവം മെയിൻ ആയിട്ട് പുള്ളിക്കാരിയാണ്. അതായത് ഈ കാസർഗോട്ടത്തെയും തിരുവനന്തപുരത്തെയും കൊതിയുന്നോണ ഈ ശ്രീവിദ്യ വന്ന് ഇതിന്റെ അടുത്ത് പറയും. ഏത്? ഡയാന്റെ അടുത്ത്. അതാ ചിമ്മിനി കണ്ടോണ്ട് ഇങ്ങനെ കേട്ടിട്ട് അത് ചെന്ന് ഇതിന്റെ അടുത്ത് പറയും. ഇത് അവിടെ ഇരുന്നുകൊണ്ട് മൊത്തം കേൾക്കും. ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. അവിടെ നിന്ന് അവിടെ പറയുന്നു, ആ കൊതിയുന്നോടെ ഇവിടെ പറയുന്നു. ഇത് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അവിടെ ചെല്ലും. അത് ബ്രേക്ക് സമയത്ത് പക്ക അവിടെ നിന്നോണ്ടിരിക്കും. ചേച്ചി അതിന്റെ അടുത്ത് നിന്ന് ഇത് ഇംഗ്ലീഷിൽ പറയും. ഈ കൊതിയുന്നോടെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും. ചോദിച്ചോട്ടെ, അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? എടാ ഇംഗ്ലീഷ് പറഞ്ഞാലും കൊതിയും നുണയും പറയുമ്പോ അവരെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കറക്റ്റ് എന്റെ ബിന്ദു മാമിയുടെ മുഖം. അതായത് ബിന്ദു അവര് എന്റെ സ്വന്തം മാമി ഭയങ്കര കൊതിയും നുണയും പറച്ചില്ലല്ലേ? ഞാൻ ആലോചിക്കണം ഇത്രയും നാള് ബോംബെ പോയിട്ട് ആ ബിന്ദു മാമിയുടെ മുഖം ഇതിനെങ്ങനെ കൊതിയും നുണയും പറയുന്ന മുഖം കേട്ടാ? എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതെ യഥാർത്ഥത്തിൽ ഞാൻ പത്രം പരിപാടിയല്ല, ഇത് കുറച്ച് ആൻസർ പേപ്പർ ആണ് കേട്ടാ. ഇത് PSCയുടെ ആൻസർ പേപ്പർ. ഇത് PSCയുടെ ആൻസർ. എനിക്ക് തോന്നുന്നു ഇത് നോക്കിയ ആള് ദേഷ്യം കൊണ്ട് കളഞ്ഞിട്ട് പോയത്. അത് അങ്ങനെ ചിലരുണ്ടെന്ന്. ബോധമില്ല, വിവരമില്ല, വിദ്യാഭ്യാസം വെറുതെ പോയി PSC എഴുതും കിഴങ്ങുകൾ. അങ്ങനെ ഈ ബോധം വിവരമില്ലാത്ത പേര് ഞാൻ പറയട്ടെ. എല്ലാത്തിന്റെ പേര് പറ. ഞാൻ പറഞ്ഞുതരാം. ശ്രീവിദ്യ മുല്ലശ്ശേരി, ഡോക്ടർ ഓഫ് കുഞ്ഞം കരിച്ചേരി കുഞ്ഞമ്പൻ നായർ. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് രണ്ടുപേരും. ഇതെല്ലാം ഗ്രൂപ്പാണ്. അതിന്റെ ഇടയിൽ ചെന്ന് കയറി ആളുടെ ചോദ്യ പേപ്പർ ഞാൻ കേൾക്കട്ടെ. അഖിലക്കം
അത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. വീണ്ടും ഉണ്ട് ഡയാന തിരുമംഗലം. ക്യൂട്ട് മുഖവും മ്യൂട്ട് മൈൻഡും. ഉഗ്ര ആൻസർ കേട്ടാ. ഈ അലീന എഴുതിയ പേപ്പർ ഒന്നും ഇല്ലേ? എലീനാണോ അലീനാണോ? സോറി എലി. അത് തന്നെ പറയാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാ ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എലീന എന്ന് പറയുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുട്ടി എഴുതിയത് ഇംഗ്ലീഷിലാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അമേരിക്ക അയച്ചേക്കാണ്. ഇവിടെ ആർക്കും മനസ്സിലാവില്ല ആ ഇംഗ്ലീഷ്. എന്താണ് കുട്ടി നീ പറയണത്? റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആയിരിക്കും. തല പോഞ്ഞ് ഭ്രാന്തെടുത്തു. അതുകൊണ്ട് ആ പേപ്പറില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഒരു ഉത്തരം എഴുതുമ്പോൾ ചേച്ചി ഒരു ഇത് വേണ്ട ചേച്ചി. ഈ PSC എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്ത് പോണ്ടേ. ഇവർ ആൻസർ എന്റെ ശ്രീ നമുക്കിത് ഓരോന്ന് ഇവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് പിടിച്ചാണ്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഈ അഖിലിന്റെ പോരട്ടെ. ആന്റി വൈറസ് എന്നാൽ എന്താണ് ചേച്ചി? ആദ്യത്തെ ചോദ്യം ആന്റി വൈറസ് എന്നാൽ എന്താണ്? ഞാൻ എഴുതിയല്ല. എന്താ എഴുതി? അതിലെഴുതിയത് ഊഹിക്കാം. ഏതോ ഒരു ആന്റി വളർത്തി വലുതാക്കിയ വൈറസ് ആണ് ആന്റി വൈറസ്. മണ്ടൻ മരമണ്ടൻ മണ്ടൻ. ഹലോ അവനെ മണ്ടാന്ന് വിളിച്ചല്ലേ? നീ പറ. പഴയ വീട്ടിൽ ഒരു ആന്റിന ഉണ്ടാവൂലേ, അതിലുണ്ടാക്കുന്ന വൈറസ് ആണ് ആന്റി വൈറസ്. എങ്ങനെയിട്ടാ? ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2 ഇടി ഇതിനകത്ത് ഇടിക്കായിരുന്നു. നോബിച്ചേട്ടൻ പറ എന്താ ഈ ആന്റി വൈറസ്? ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് ഇവിടെ ഇരിക്കുവോ? എന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്റെ മോനെ കൊണ്ടായിട്ട് വീട്ടിൽ പോയി വൈഫിന്റെ സാരിയും കഴുകി കൊടുത്തിട്ട് 3:30 എന്റെ മോനെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിൽ അടുത്തല്ലേ ശ്രീവിദ്യയുടെ ശ്രീവിദ്യ ഡോക്ടർ ഓഫ് കുഞ്ഞമ്മ നായർ. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞതാര്? ഉയ്യോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു മലയാളി എന്ന് പറഞ്ഞതിൽ വല്ല അർത്ഥം പറഞ്ഞു കൊടുക്കുമോളെ. ആറാണത്ത് ഭ്രാന്തൻ. ആൻസർ കേട്ടാ. തയ്യാറോടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണം. അരിമ്പാറ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ എഴുതിയത്? കറക്റ്റ് കാര്യങ്ങളാണ് എഴുതിയത്. ചേച്ചി, അരിമ്പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാരും ദൂരെ ചെന്ന് നിക്കണം. വലിയ ശബ്ദത്തിൽ ഭയങ്കര സ്ഫോടനത്തിലായിരിക്കും, ചെവിക്കെല്ലാം അടിച്ചു പോകും. അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പൊട്ടിക്കുന്ന ഒരു വലിയ കല്ലുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാർബിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെറുതൊക്കെ ഉള്ളത് ചെറുതൊക്കെ സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചല്ലിയായിട്ട് ഉപയോഗിക്കാം. ഇതെന്ത് വ്യക്തം സ്പഷ്ടമാണ് ഞാൻ എഴുതിക്കുന്നറിയോ? കറക്റ്റ് ഉത്തരവല്ലേ? എന്റെ പൊന്നെ, അരിമ്പാറ കണ്ടിട്ടുണ്ട്. പിന്നെ അരിമ്പാറ കണ്ടിട്ടില്ലേ എല്ലാരും? അരിമ്പാറ എല്ലായിടത്തും ഉണ്ട് അരിമ്പാറ. എന്റെ ഡയാന കഴുത്തിന്റെ സൈഡിൽ കൊണ്ട് ചെറിയൊരിത് മാല പാലുണ്ണി. ഇതാണ് അരിമ്പാറ. പാലുണ്ണി, അത് പാലുണ്ണി അല്ലേ? അതെ. സിനിമയിൽ അഭിനയിക്കുന്നു, പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇത്രയുള്ള കൊച്ചു അരിമ്പാറയുടെ പാലുണ്ണി ആൻസർ ആണ് അല്ലേ? അവനൊക്കെ അവിടെ എക്സ്പ്രഷൻ പിള്ളേരെന്താ പൊന്നട. അയ്യോ അല്ല രോജാടാ, രോജാടെ ഇതുവരെ പഠിച്ചു. ബികോം വരെ പഠിച്ചാ? എന്നിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ബികോം പഠിച്ചിട്ട്. പറഞ്ഞു തീരട്ടടാ ഒരാളെ എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു തീരും മുമ്പേ കയറി ചാടരുത്. ബി കോംപ്ലക്സ് കാരണം വായിൽ പുണ്ണായിരുന്നു, വാ പൊള്ളലായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോയില്ല, വായിക്കാൻ പറ്റൂല. അതിന് അല്ല എന്നാ വായിക്കണ്ട, മറ്റേ മനസ്സിൽ പഠിച്ചാ പോരാ? ഇല്ലല്ലോ, ചൂട് കഞ്ഞി ഞാൻ പിന്നെ അങ്ങനെ കുടിക്കും. വാ പൊള്ളി ഇരിക്കുമ്പോ നീ കുടിക്കും എന്റെ കഞ്ഞി. കൊണ്ട് കൊടുക്കാം, അത് തന്നെ നല്ലത്. പോലെ പോലെ പോലെ. ഇല്ലടാ പോണില്ലടാ, നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടേ പോ. നീ സ്ഥിരം രാവിലെ റോസാപ്പൂവും കൊണ്ട് എവിടെ ഇറങ്ങി പോണത്? ഒരു റോസാപ്പൂ കൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞോട്ടേക്കരുത്. ഞാൻ മാതാവിന്റെ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ റോസാപ്പ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും. മാതാവിന്റെ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ റോസാപ്പ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും. ആണല്ലേ? ആ മാതാവും അതിന്റെ പിതാവും അതിന്റെ കൂടെ അതിന്റെ കുറച്ച് ബന്ധുക്കളും ഇവിടെ നിന്റെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കുന്നു. പിന്നെ പ്രശ്നമാവും. നീ പേടിക്കണ്ട. ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ കൊച്ചുകൂടെ വന്നിട്ട് എന്തിന് അവിടെ നിക്കട്ടെ, ഇരുട്ടത്ത് നിക്കട്ടെ. ഇവന്റെ 2 ചളി കൗണ്ടർ അടിക്കൂലേ, അത് കേൾക്കുമ്പോ നീ ബ്രേക്ക് പറഞ്ഞ അതൊക്കെ പൊയ്ക്കോളും. അത് ഭയങ്കര കഷ്ടം. പിന്നെ ആ കൊച്ചു സിവിലാണ്. ആര് പറഞ്ഞു? ഇവനാണ് ഫുൾ ടൈം സിവില്. നീ വന്നു നോക്ക്. പോലിക്കോട്ട് കലങ്ങിന്റെ ഇവിടെ. ഓ ചേട്ടാ ഇത്രയും ആൾക്കാർ കാണുന്ന പരിപാടിയിൽ ഞങ്ങൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു പോകുന്ന ഭയങ്കര മോശമാണ് കേട്ടോ. ഭയങ്കര മോശമാണ്. ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല. അത് സത്യസന്ധമായ കാര്യമാണ്. സീരിയസ് ആയിട്ട് ഞങ്ങൾ ആരും മണ്ടന്മാരല്ല. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേക്കണം. എന്റെ അപ്പൂപ്പൻ അച്ഛൻ്റെ അച്ഛൻ എനിക്കൊന്നും ഒരാഴ്ച ആയി കാണും, മരിച്ചു. വയസ്സായി പുള്ളി മരിച്ചു. ഇപ്പം മരണം അറിയിക്കണത് സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ. നമ്മളെല്ലാരും ഇൻസ്റ്റാഗ്രാം വാട്സാപ്പിലൊക്കെ ആണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൂപ്പൻ യാത്രയായിരുന്നു. അതിന്റെ താഴത്തെ ഫസ്റ്റ് കമന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഹാപ്പി ജേണി അപ്പൂപ്പാന്ന്. അത് ഇട്ടതാരാണെന്ന് അറിയോ? നിന്റെ കൂട്ടുകാരി. ഹലോ ഇയാൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അതിന്റെ തൊട്ട് താഴെ ഡയാനയുടെ
അവന്റെ ഒരു കമന്റ് എഴുതിയതാ? ഞാൻ ഞാൻ എഴുതിയെന്നറിയാമല്ലേ എന്റെ അപ്പ യാത്രയായിരുന്നു പിള്ളേന്റെ തന്റെ അപ്പ തിരിച്ചു വരുമ്പം പാവാടയും ബ്ലൗസിന്റെ തുണിയും കൂടെ എടുത്തോണ്ട് പറഞ്ഞേ നോക്കി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇതിങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇന്ത്യ മതിയായി. നമുക്ക് പോവാല്ലേ? ഛേ, ബാക്കി പരിപാടി നടക്കട്ടെ. അണ്ണ എവിടെ പോണ? എവിടെ പോണ്? ഞാൻ ഇതിന് വെഞ്ഞാറോട് ചന്തയെ കൊണ്ട് കൊടുത്തിട്ട് ഇത്തിരി അവല് കിട്ടുമെന്ന് നോക്കട്ടെ അയ്യോ.